അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പൂത്ത കവളും ആകപ്പാടെ ഉരുണ്ടു പുരണ്ടിരിക്കുന്ന ഒരുത്തി. ഇവള് വന്നോ ഏത് ഫീൽഡ് എടുത്ത് നോക്കിയാലും എല്ലാവർക്കും ഒരു ഒത്തൊരുമയുണ്ട്. അതെന്താണോ നിനക്കില്ലാത്ത? നിന്റെ ഏറ്റവും വലിയ തൊഴിൽ മറിമായത്തിൽ തുള്ളണാണ്, അഭിനയിച്ചോണ്ടിറങ്ങണ. അപ്പൊ കലാമണ്ഡലം സത്യഭാമ. സത്യഭാമി എന്നുള്ള പാട്ട് പാടുവർക്ക് തൽക്കാലം ഉദ്ദേശമില്ല. ഇനിയും മനസ്സിലായില്ലെങ്കിൽ കുറച്ചു നാള് മുമ്പ് കറുത്ത ആൾക്കാര് മോഹിനിയാട്ടം കളിക്കുന്നത് കാണാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞ വെളുത്ത ഐശ്വര്യ റായിനെ പോലെ ഇരിക്കുന്ന ഒരമ്മച്ചി. ഈ അമ്മച്ചി വീണ്ടും അമ്മച്ചിയുടെ കുത്തിത്തിരിപ്പ്, നാവെടുത്തു കഴിഞ്ഞ വൃത്തികേട് മാത്രം പറയുന്ന നാറിയ നാവും കൊണ്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. കലാലോകത്ത് എനിക്ക് ഏറ്റവും ബന്ധപ്പെട്ടവര് പോലും അവർക്ക് എൻ്റെ അടുത്ത് മനസ്സുകൊണ്ട് അടുപ്പുണ്ട്, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് എന്നെ സമാധാനിപ്പിക്കുന്നു, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് പ്രത്യക്ഷത്തിൽ വന്നിട്ട് എന്നെ സഹായിക്കാൻ അവർക്ക് സഹായിക്കില്ല. എന്താ അറിയോ? മീഡിയക്കാര് വളയും. എന്നെ വളഞ്ഞെങ്കിൽ ഞാൻ അതിനെ നല്ല തക്കതായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ആരാണാവോ ഇത്രയും ഗതികെട്ട് ഈ തള്ളനെ വന്ന് സപ്പോർട്ട് ചെയ്തിരുന്നത്? പിന്നെ ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നല്ലോ, തക്കതായ മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആരെന്നാ നിങ്ങളുടെ വിചാരം? കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുമ്പോ എന്തോ വലിയ ആനയാണ് എന്ന് വല്ല ഭാവം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൈ വെച്ചാ മതി. നിങ്ങൾക്ക് ഈ തൊലിവെളുപ്പ് മാത്രമേ ഉള്ളൂ, ആ മനസ്സ് മൊത്തം വെറും കറുപ്പാണെന്നുള്ളത് നിങ്ങളുടെ ആ പഴയ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ ആൾക്കാർക്കൊക്കെ മനസ്സിലായതാ. ആരും അവരെന്റെ അടുത്ത് വരാമെന്ന് ഭയക്കും, സംശയമൊന്നും. ഞാൻ ഇപ്പോഴും എല്ലാ ഇന്റർവ്യൂസിലും എനിക്ക് പറ്റുന്നിടത്തെല്ലാം ഞാൻ മീഡിയക്കാരെ ശരിക്കും കൊടുക്കുന്നു. എന്താ അറിയോ? എനിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല, ഈ പറയാനുള്ള റൈറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്കും ഉണ്ട്. അപ്പൊ ഞങ്ങളും ചെറുതായിട്ട് കുറച്ച് വലുതായിട്ട് ഒക്കെ അങ്ങോട്ട് തരും. അപ്പൊ തരുമ്പം അതും വാങ്ങിച്ച് മിണ്ടാണ്ടിരുന്നോണം. നിങ്ങള് ഇങ്ങോട്ട് തരുന്നതനുസരിച്ച് തിരിച്ച് അങ്ങോട്ട് തരുമ്പോ കൊണന്ന് പറഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വരരുത്. കല പഠിച്ചിട്ടുള്ള ചിലരെന്നേ ഞാൻ പറയുള്ളൂ. ചിലര് എന്നെ ദ്രോഹിച്ചിട്ട് എന്നോട് ദ്രോഹിച്ച ദേഹോപദ്രവമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മീഡിയയില് ഇതിനകത്ത് ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ഓരോ പേജുകള് അവരുടെ പേജ് ഓപ്പൺ ചെയ്തിട്ടാണോന്ന് അത് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. ഞാൻ ആ സമയത്ത് ഭയങ്കരമായ ഒരു വിഷമത്തിലിരിക്കുന്ന ഒരു സമയമാണല്ലോ. ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും വിശ്വസിക്കില്ല. സത്യമായുള്ള എന്റെ സ്ഥാനത്ത് നിങ്ങൾ ആയിരുന്നാലും അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. സോഷ്യൽ മീഡിയ അറ്റാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് കൊള്ളും. പക്ഷേ നിങ്ങൾക്കെതിരെ അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലിരിപ്പിന്റെ മാത്രം കുഴപ്പമച്ചി, നിങ്ങളുടെ കയ്യിലിരിപ്പിന്റെ മാത്രം പ്രശ്നമായിരുന്നു. അങ്ങനെ ടീച്ചർ അത് പിടിച്ചു നിന്നു എന്നുള്ളത് എന്നോട് പലരും ചോദിക്കാറുണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഒരു ശക്തി എന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോഴ് കലാമണ്ഡലത്തില് ഓട്ടംതുള്ളല് പഠിച്ച ഒരുത്തി, ഇവള് ഓട്ടംതുള്ളലാണ്, എന്തൊരു തുള്ളലാ പഠിച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പിന്നീടാണ് അത് അറിഞ്ഞത്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം. മറിമായ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബില് ഒരു സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ, അതെല്ലാരും കാണുന്ന സാമാന്യം തെറ്റില്ലാത്ത ഒരു പ്രോഗ്രാംസ് ഒക്കെ നടന്ന നല്ല ആർട്ടിസ്റ്റുകൾ അതിനകത്ത് നിൽക്കുന്ന, അതായത് മണികണ്ഠൻ അസാധ്യ കലാകാരൻ, നിയാസ് അസാധ്യ, ബാബുബക്കറുടെ മകൻ നിയാസ് അസാധ്യ കലാകാരൻ, പിന്നെ ഉണ്ണി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. നല്ല മർമ്മ സംസാരിക്കുന്ന ഭയങ്കര ആർട്ടിസ്റ്റാണ്. പിന്നെ അതിലെ 3-4-5 പേരുണ്ട്, എല്ലാവരുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അതിനകത്താണ് ഞാൻ പറയുന്ന ഈ കക്ഷി, അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ഒരുത്തി. അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പൂത്ത കവളും ആകപ്പാടെ ഉരുണ്ടു പുരണ്ടിരിക്കുന്ന ഒരുത്തി. ഇവള് വന്നിട്ട് ബോഡി ഷേമിങ് നല്ല വ്യക്തമായിട്ട് ഈ തള്ളച്ചി അവിടെ ഇരുന്ന് നടത്തുന്നതാണ് ബോഡി ഷേമിങ്. തിരിച്ച് ഈ അമ്മച്ചിനെ നമ്മൾ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേസായി, കോടതിയായി, അങ്ങനെ അങ്ങ് തള്ളച്ചി നടക്കും. നിങ്ങൾ നടക്ക്. നിങ്ങൾക്ക് വേറൊരാളെ ബോഡി ഷേമിങ് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ച് നിങ്ങളെയും ചെയ്യാൻ തള്ളേ, കേട്ടോ? അല്ല, നിങ്ങൾക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ടല്ലോ, അപ്പൊ ഞങ്ങൾക്കും പറയാനുള്ള റൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ബോഡി ഷേമിങ് നടത്താനുള്ള റൈറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ച് നിങ്ങൾ നടത്താനുള്ള റൈറ്റും ഉണ്ട്. ഒരു കേസിൽ നിന്ന് ഇപ്പൊ ഊരി വന്നതിലുള്ളതള്ളേ, ആ ബോധം നിങ്ങൾക്കുണ്ടോ?
എന്നിട്ട് വീണ്ടും അടുത്ത ബോഡി ഷേമിങ്. എന്നെ പറഞ്ഞെന്താ അറിയോ? അതായത് ഈ സ്ത്രീ, ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ടുണ്ട് അടി അതിന്, നീ എന്നെ സ്ത്രീ എന്ന് പറയാനായിട്ട്. ഇതെല്ലാം എന്റെ ഫോണിലുണ്ട് കേട്ടാ. നീ പറഞ്ഞതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാണല്ലോ എനിക്ക് ഈ അവസരം വരുന്നില്ല. നീ വിചാരിച്ചില്ല അല്ലെ? വിചാരിച്ചാ? നീ ഇത് കേൾക്കണം. അതിന് തന്നെയാണ് ഞാൻ പറയണത്. ഈ സ്ത്രീ എനിക്ക് കേസുള്ള എന്റെ എതിർ കക്ഷിയുടെ കൂടെ ഒന്ന് കളിക്കാവോ? എന്തു പറ്റി കളിക്കാൻ? കളിക്കാൻ പാടില്ലാത്ത? നിനക്ക് ഡാൻസിന് ഇന്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടംതുള്ളൽ ഇട്ടേ? എന്നിട്ട് നീ എന്തെന്ന് തുള്ളിക്കൊണ്ട് നടക്കണം ഇപ്പൊ? നീ ഓട്ടംതുള്ളലാണോ തുള്ളുന്നേ? അതെ. നീ പഠിച്ച തൊഴിൽ നീ കൈകാര്യം ചെയ്യും. എന്നിട്ട് നീ എന്റെ അടുത്തേക്ക് വാ കേട്ടാ. നീ ആരെ കൂടിയൊക്കെ ഞാൻ ആ സ്ത്രീ ഒന്ന് കളിക്കാവോ? നീ ജനിക്കണേക്കാൾ മുമ്പ് ഞാൻ ചായം തേച്ച് ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് കേട്ടാ. അത് നീ ഓർത്തോ. സ്ത്രീയെ സ്ത്രീ എന്നല്ലാണ്ട് പിന്നെ ട്രാൻസ്ജെൻഡർ എന്ന് വിളിക്കണോ അമ്മച്ചി? ഞങ്ങളുടെയൊക്കെ നാട്ടില് സ്ത്രീയെ സ്ത്രീ തന്നെയാണ് വിളിക്കുന്നത്, അല്ലാണ്ട് വേറെ പേരിട്ടൊന്നും അല്ല. ബോധമില്ല, വിവരമില്ല, എന്നിട്ട് പേര് കലാമണ്ഡലം സത്യഭാമ. സ്നേഹ ഒരു കാര്യം കേട്ടല്ലോ, സ്നേഹ ഇറങ്ങുന്നതിന്റെ മുമ്പേ പുട്ടി അടിച്ച് ഇറങ്ങിയതാണ് അവര്. അത് സ്നേഹ ഓർക്കണം. അതായത് കളവിയായി. ആ കളവി ആയതിന് ബഹുമാനം കൊടുത്തൂടെ? ഒന്നില്ലെങ്കിൽ അമ്മച്ചി കരഞ്ഞു പറയുവല്ലേ, ഒന്ന് ആ ബഹുമാനം കൊടുക്ക്. നിങ്ങളോട് ഡാൻസ് കളിച്ച് കാണിക്കാനല്ലേ പറഞ്ഞേ, അല്ലാണ്ട് ചവിട്ട് നാടകം കളിക്കാനല്ലല്ലോ. അമ്മയുടെ വയറ്റിൽ ഉണ്ടാവണേക്കാൾ മുമ്പ് ഞാൻ ഫീൽഡിൽ ഇറങ്ങിയ ആളാണ്. മനസ്സിലായ? ഈ സ്ത്രീ എന്ന് വിളിക്കാനായിട്ട്. ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ട് പാന്റ് ഷർട്ട് ഇട്ട് മീശയൊക്കെ വെച്ചിട്ട് നടന്ന ആണോടി? നീ എന്നെ പറഞ്ഞ എന്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ കൊണ്ട് കൊടുക്കുക. അപ്പൊ ഞാൻ നിന്റെ പുറകെ വരാം കേട്ടാ. നീ പറഞ്ഞില്ല എന്റെ അടുത്ത് കളിക്കാനായിട്ട്. നീ ഒന്ന് കളിച്ചേ. നീ പഠിച്ചത് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴും അറിയണ നീ തുള്ളലാണ് പഠിച്ചതെന്നുള്ളത്. തുള്ളല് ഭയങ്കരമായ ഒരു തൊഴിലാണ്, അത് സത്യം സമ്മതിച്ചു. നീ അത് തുള്ളു. നീ മറിമായത്തിൽ കഞ്ഞുടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടില്ല നീ മറിമായത്തിൽ പോയി അഭിനയിക്കാൻ പോയത്. നീ വലിയ ആർട്ടിസ്റ്റാന്നാ നിന്റെ വിചാരം? നീ എന്നോട് പറഞ്ഞില്ലേ കളിക്കാനായിട്ട്? എന്ത് കളിക്കാൻ? നിനക്ക് ഇപ്പൊ കളി കാണണം. എന്റെ അന്തസ്സായിട്ട് പഠിച്ചിറങ്ങിയതാടി അവിടെയൊക്കെ കലാമണ്ഡലത്തില് കേട്ടാ. നീ പറഞ്ഞില്ല ആരെ കൂടി എന്റെ അടുത്ത് കളിക്കാനായിട്ട്? ഈ തള്ള പറയുന്ന കേട്ടാ തോന്നുന്നു ഈ തള്ള മാത്രമേ അന്തസ്സായിട്ട് പഠിച്ച് കളിച്ചിറങ്ങിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഉടായിപ്പം കാണിച്ച് അന്തസ്സും ഇല്ലാതെ ചുമ്മാ പൈസയും കൊടുത്ത് കളിച്ചിറങ്ങിയത് പോലെയാണ് ഈ തള്ളയുടെ സംസാരം. നിങ്ങൾക്ക് തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ? നിങ്ങൾ പ്രാന്താശുപത്രിയിൽ നിന്ന് ചാടി വന്നിരുന്ന് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബോധവും ഇല്ല, വിവരവും ഇല്ല, പൊക്കണവും ഇല്ല. നീ പറഞ്ഞ ആള് പഠിച്ചതുപോലെ തന്നെ ഞാനും പഠിച്ചത്. പിന്നെ എന്താ കളിക്കാൻ വയ്യാത്ത? എന്താ സംശയമുണ്ടോ നിനക്ക്? നിന്റെ നാട്ടിലൊരു പരിപാടിക്ക് എന്നെ വിളിക്കും, ഞാൻ വന്ന് കളിക്കാം. പൊന്ന സ്നേഹയെ വിളിച്ചേക്കല്ലേ, തീർന്ന്. അതാടാ നാട്ടുകാരാ ജന്മം വിട്ട് അവിടുന്ന് ഓടിപ്പോവും. ഇവരെങ്ങാണ്ട് അവിടെ വന്നു കഴിഞ്ഞ ഓടിപ്പോവും. നീ എന്നെ പറഞ്ഞതിന്റെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ നിനക്ക് കിട്ടിയോ? നിന്റെ ഭർത്താവ് പീഡന കേസിൽ പ്രതിയായി. ശരിയാണോ? മറന്നാ നീ അതൊക്കെ? ഞങ്ങളെല്ലാവരും അതങ്ങ് മറക്കുന്നു വിചാരിച്ചാ? അതിനാണ് ഈ ദൈവം എന്ന് പറഞ്ഞൊരു ശക്തിയുള്ളത്. സത്യം. അതുകൊണ്ടാണ് തള്ളച്ചി വീണ്ടും വന്നിട്ട് ഓരോന്ന് വിടുവായിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അടുത്ത ആൾക്കാര് എടുത്തിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള വക അമ്മച്ചി തന്നെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എടുക്കുക, റിയാക്ട് ചെയ്യുക, അമ്മച്ചിയെ ഏറിൽ കേട്ടുക. എന്താ അറിയാ, ഒരാളെ അറിയാതെ ഒന്നും നീ പറയരുത്. ഞാൻ അങ്ങനെയാ. എനിക്കൊരു വ്യക്തിനെ കുറിച്ച് പൂർണ്ണമായ ശരിക്ക് സത്യം അറിഞ്ഞാലേ ഞാൻ ഒരാളെ കുറിച്ച് പറയുള്ളൂ, അല്ലാതെ ഞാൻ പറയില്ല. നീ അതാണോ ചെയ്തേ? നീ എന്റെ ആ കേസിന്റെ സമയത്ത് നീ എനിക്കിട്ട് അങ്ങ് പൂശി. ആ കേസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ സ്ത്രീയെ? അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അതിന്റെ വല്ല തെളിവുണ്ടോ? കോടതി കിടക്കുന്ന ഒരു കേസിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്ന് ഘോര പ്രസംഗിക്കുന്നുണ്ടല്ലോ, വല്ല തെളിവുണ്ടോ? കോടയും പൊട്ടും വാദ്യൊക്കെ എന്റെ വീടിന്റെ നടയെ കൂടി പോട്ടാ. നീ മുഖത്ത് ചായം തേച്ചവരെല്ലാരും ഒക്കണോടി കേട്ടാ. അത് നീ ആദ്യം പഠിച്ചോ. ഏത് ഫീൽഡ് എടുത്ത് നോക്കിയാലും എല്ലാവർക്കും ഒരു ഒത്തൊരുമയുണ്ട്. അതെന്താണ് നിനക്കില്ലാത്ത? നിന്റെ ഏറ്റവും വലിയ തൊഴിൽ മറിമായത്തിൽ തുള്ളണാണ്, അഭിനയിച്ചു നടക്കണ. അപ്പൊ അത് ഞങ്ങളെല്ലാരും കണ്ടോണ്ടിരിക്കണം. വലിയ ആർട്ടിസ്റ്റായിട്ട് നിന്നെ ഉർവശി ശാരദാന്ന് ആരും വിളിക്കാത്ത വലിയ നടിമാരൊക്കെ നമുക്കുണ്ടല്ലോ. അവരെ പേര് നിനക്ക് ഇടട്ടെ ഞാൻ എന്നാ? പിന്നെ നിനക്ക് അതിനകത്ത് വേറൊരു പേരാണ്. നിന്റെ പേര് പോലും അല്ലല്ലോ മറിമായത്തില്. നിനക്ക് പറ്റിയ പേര് തന്നെ നിന്റെ ഇപ്പോഴത്തെ ഫിഗറിന്.
പറ്റിയ പേരാ നിനക്ക് ഇട്ടേക്കണം അവര്. നിങ്ങളുടെ ഫിഗറിന് പിന്നെ എന്തോന്ന് പേരിടണം? നിങ്ങളുടെ ഫിഗറിന് പറ്റിയ പേരാണ് ഇനി ഇപ്പൊ തപ്പി കണ്ടുപിടിക്കേണ്ടത്. സത്യഭാമ എന്നുള്ള പേരൊക്കെ ഇങ്ങ് എടുത്ത് മാറ്റണം. എന്നിട്ട് വല്ല പൂതനാന്നോ അല്ലെങ്കിൽ വേറെ വല്ലതും എടുത്തിടണം. അതാണ് നിങ്ങൾക്ക് പറ്റിയത്. മനസ്സിലായോ? നിങ്ങളുടെ സ്വഭാവത്തിനും നിങ്ങളുടെ ഞാൻ ഒന്നും പറയുന്നില്ല. പിന്നെ അമ്മച്ചിക്ക് ഇത് കൊണ്ടുപോയി കേസ് കൊടുക്കാൻ തോന്നുവാണെങ്കിൽ അമ്മച്ചി കൊണ്ടുപോയി കൊടുക്ക്. അമ്മച്ചി തുടക്കത്തിലേ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് റൈറ്റ് ഉണ്ട് പറയാൻ. അതേ റൈറ്റ് ആണ് അമ്മച്ചി എനിക്കും ഉള്ളത്. അപ്പൊ കുഴപ്പമില്ല. അമ്മച്ചി പറഞ്ഞു, അതിനുള്ള റിപ്ലൈ തന്നു. അമ്മച്ചി ബോഡി ഷേമിങ് ചെയ്തു, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഞാനും അങ്ങ് ചെയ്തു. അത്ര അമ്മച്ചി വിചാരിച്ചാൽ മതി. അല്ല, കേസ് കൊടുക്കണമെങ്കിൽ കേസ് കൊണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനുള്ള പൈസയും കൂടെ അമ്മച്ചി തരണം. കാരണം എന്റെ കൈ പൈസ ഇല്ല. അതുകൊണ്ടാ. ഈ വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനുള്ള ചെലവിനുള്ള കാശേ അത് അമ്മച്ചി എനിക്ക് തരണം. അത് തരുവാണെങ്കിൽ ഞാൻ വരാം. ശരിയെന്നാ.